ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് 5th ഫെബ്രുവരിയാണ്. ഇപ്പം നിഫ്റ്റീസ് 23,750 നിഫ്റ്റീൻ്റെ ഇന്നത്തെ പൊസിഷനുള്ളത്. ഇന്നലെ മാർക്കറ്റ് മൂവ് ചെയ്യേണ്ട പ്രധാന കാരണം FISൻ്റെ നല്ലൊരു ബൈ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഡാറ്റ നോക്കിയ സമയത്ത് 400 കോടിയിലെ FIS ഇന്നലെ ബൈ ചെയ്തിരുന്നു. അതും F&O ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് ബൈ ചെയ്തിട്ടുള്ളത്. സോ അത് പ്രധാന ഒരു കാരണം എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിന് ശേഷം അത് അവർ മാർക്കറ്റിൽ കണ്ടിട്ടായിരിക്കും അത് വാങ്ങിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇന്നലെ ബാങ്ക് നിഫ്റ്റി, HDFC ബാങ്ക്, ICICI ബാങ്ക്സ് ഒക്കെ നന്നായിട്ട് മൂവ് ചെയ്ത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു, ഇന്നലെല്ലാം എൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞത് ഈ BPCL, കോൾ ഇന്ത്യ, ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പവർ ഗ്രിഡ്, NTPC, ടോറൻറ്റ് പവർ, ടാറ്റ പവർ സ്റ്റോക്സ്, ഈ സ്റ്റോക്സ് ഞാൻ ഇന്നലെ ആ സ്റ്റോക്സ് നന്നായി ചെയ്യുന്നുള്ള കാര്യം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ. സോ ഇന്ന് ആ സ്റ്റോക്സൊക്കെ, പവർ സ്റ്റോക്സൊക്കെ നന്നായി മൂവ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ മെയ്ഡ് ഗുഡ് മണി. അപ്പോൾ ഇന്ന് എനിക്ക് പറയാൻ ഉദ്ദേശിച്ച സ്റ്റോക്ക് എന്ന് വെച്ചാൽ അഗൈൻ ഐ എം കമ്മിങ് ടു ഏഷ്യൻ പെയിൻറ്റ്. ഞാൻ ഇന്നലെ അതിൻ്റെ റിസൾട്ട് വളരെ മോശം, അതിനെക്കുറിച്ച് ഇന്നലെ ഏഷ്യൻ പെയിൻറ്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് സ്റ്റോക്ക് കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് ഫ്യൂച്ചർ പ്രൈസ് 2240 അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏഷ്യൻ പെയിൻറ്റ് ഒരു 2200 രൂപ, 2200 ഒക്കെ അതിൻ്റെ ഒരു അക്യുമുലേഷൻ ലെവലായിട്ട് എനിക്ക് തോന്നുന്നു. ഏഷ്യൻ പെയിൻറ്റ് എൻ്റെ കറക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് മോശമാണ്. പക്ഷേ ഇനി ഈ സ്റ്റോക്ക് താഴോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭാവമേനോ you have to buy the stock at good price, then only you can make money when the stock is moving up. അല്ലാതെ എല്ലാവരും സ്റ്റോക്ക് 10% മൂവ് ചെയ്തിട്ട് വാങ്ങിക്കുന്നത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യു വോണ്ട് മേക്ക് മണി ആണോ. സ്റ്റോക്ക് കയറി കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് വലിയ പൈസ അത് ഉണ്ടാക്കാൻ പറ്റും. സോ ഈ ഏഷ്യൻ പെയിൻറ്റൊക്കെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയും ഇപ്പോൾ കുറച്ച് വാല്യൂഷൻ കംഫർട്ട് കാണുന്നുണ്ട് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഇപ്പോഴത്തെ പി നോക്കുകയെന്ന് വെച്ചാൽ അത് വരുന്നത് 49 times ആണ്. ഇൻഡസ്ട്രി പി ഓൾമോസ്റ്റ് 49 times വരുന്നത്. പിന്നെ ഞാനൊരു നല്ലൊരു സ്റ്റോക്ക് എൻ്റെ കണ്ണിൽ ഇപ്പോൾ കാണുന്നത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്നൊരു ഹൈവേ ടയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്. ഇപ്പോഴതിൻ്റെ പ്രൈസ് 2747 ആണ്. ഞാൻ ഈ സ്റ്റോക്ക് ഒരു ട്രേഡിംഗ് സ്റ്റോക്കല്ല, ഈ സ്റ്റോക്ക് ഒരു ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്താൽ ദിസ് സ്റ്റോക്ക് ക്യാൻ ഓൾസോ ബിക്കം എൻ MRF എന്ന് എനിക്ക് പ്രതീക്ഷിക്കാം. ലോങ് ടേം MRF പോകാനുള്ള സാധ്യതയുണ്ട് ഈ സ്റ്റോക്കിന്. കാരണം ഇത് വെരി സ്ട്രോങ് കമ്പനി. മാർക്കറ്റ് ക്യാപ്പ് 51,104 crores ഉണ്ട്. കറണ്ട് അസറ്റ് നോക്കിയാൽ 5,341 crores, ലയബിലിറ്റി 3,964. എല്ലാം പ്രൈസിങ് നോക്കുക വെച്ചാൽ